പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ദുബായ് ഇപ്പോൾ ഒപ്പക്കിൽ നിന്ന് പിന്മാറിയത്. അതായത് ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്ന ആദ്യത്തെ രാജ്യമല്ല UAE എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ പല രാജ്യങ്ങളും ഒപ്പക്കിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും പിന്മാറിയിട്ട് വീണ്ടും ഒപ്പക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒപ്പക്കിൽ നിന്ന് പുറത്തുപോയ ഒരു രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ഞാൻ ആദ്യമേ തന്നെ എന്താണ് ഒപ്പക്ക് നിന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒപ്പക്ക് എന്ന് പറഞ്ഞാല് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഒളിഗോപ്പൊളി കാർട്ടലാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ ഒരുപക്ഷെ മോണോപോളി എന്ന് കേട്ടിട്ടുണ്ടാവും. മോണോപോളി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് കുത്തകയായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു രാജ്യം കൊണ്ടുവന്ന് നടക്കുമ്പോഴാണ് ആ ഒരു ബിസിനസിനെ മോണോപോളി ബിസിനസ് എന്ന് നമ്മൾ പറയാം. എന്നാല് ഒളിഗോപോളി എന്ന് പറഞ്ഞാല് ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു ബിസിനസ്സിനെ മൊണോപോളി സ്വഭാവത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ പെട്രോളിന്റെ കാര്യം എടുത്താൽ പെട്രോൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ലോകത്തിലേക്കുള്ള പെട്രോളിന്റെ സപ്ലൈയെ നിയന്ത്രിച്ച് നിർത്തുക. അതായത് അതുവഴി അവർക്ക് പെട്രോളിന്റെ വില മാർക്കറ്റിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ബേസിക് എക്കണോമിക്സ് ആണ്. അതായത് എക്കണോമിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബാലപാഠമാണത്. നിങ്ങൾ നോക്കിക്കോളൂ, അവശ്യ സാധനമാണെങ്കിൽ പോലും അത് ആവശ്യമുള്ള സപ്ലൈയേക്കാൾ കൂടുതൽ സപ്ലൈ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് തനിയെ താഴേക്ക് പോകും. ഈ ഒരു സെയിം സ്ട്രാറ്റജിയാണ് ഒപ്പക്ക് രാജ്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ ഒപ്പക്ക് രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന കപ്പാസിറ്റിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാതെ ഇരിക്കുക എന്നൊരു തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് സൗദി അറേബ്യ ഒന്ന് നോക്കുക. സൗദി അറേബ്യക്ക് ഒരു ദിവസം 12 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയും. പക്ഷേ അവരൊരു ദിവസം 12 മില്യൺ ബാരൽ ഉൽപ്പാദിപ്പിക്കില്ല. അവർ 8 മില്യൺ ബാരലിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് മാർക്കറ്റിൽ. അതുപോലെ ഒപ്പക്കിൽ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രൊഡക്ഷൻ കുറച്ചുപയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് മാർക്കറ്റിലെ പ്രൈസ് ഇതുവഴി കൺട്രോൾ ചെയ്യും. അതായത് സപ്ലൈനെ കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ അതുവഴി പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പോൾ അവർക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി അവരുടെ എക്കണോമിയെ റിച്ച് ആക്കി നിലനിർത്താൻ സാധിക്കും. ഒപ്പക് രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യക്ക് ധാരാളം പ്രൊജക്ടുകൾ ഭാവിയിൽ വരുന്നുണ്ട്. അതിനാൽ അവർക്ക് ഇതിനെല്ലാം വേണ്ടി വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഈ ഇൻവെസ്റ്റ്മെന്റുകൾക്കെല്ലാം പണം കണ്ടെത്തുവാനായിട്ട് സൗദി അറേബ്യ ശ്രമിക്കുന്നത് ഓയിൽ പ്രൈസ് മാനിപ്പുലേഷൻ വഴിയാണ്. സൗദി അറേബ്യയുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു ബാരലിന് ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് $90 നിലനിർത്തുക. അതാണ് അവരുടെ ഒരു ആവശ്യം. പക്ഷേ UAEയുടെ ചിന്താഗതി സൗദി അറേബ്യയിൽ നിന്നും തികച്ചും വിഭിന്നമാണ്, അല്ലെങ്കിൽ വ്യത്യാസമാണ്. UAE എന്താണ് ചിന്തിക്കുന്നത്? UAE ചിന്തിക്കുന്നത് അവരുടെ ഓയിൽ പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി മുഴുവനായിട്ട് ഉപയോഗിക്കുക, കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഇവിടെ വീണ്ടും ഒരു സിമ്പിൾ എക്കണോമിക്സ് അവർ അപ്ലൈ ചെയ്യാൻ നോക്കേണ്ടത്. അതായത് കുറവ് മാർജിനിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കുക. ഇങ്ങനെയാണ് UAE ചിന്തിക്കുന്നത്. UAEയുടെ ചിന്താഗതി നോക്കിയാൽ അവർക്ക് ബാരലിന് ഒരു $60 ഒക്കെ വില താന്നു പോയാലും കുഴപ്പമില്ല. അതുവഴി അവർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കൂടുതൽ എണ്ണ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. കുറവ് മാർജിനിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. UAE ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഒരു ദിവസം ഒരു 3 മില്യൺ ബാരലൊക്കെയാണ് വരിക. അതായത് പക്ഷെ അവർക്ക് 4.5 വരെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ എന്താണ് അവിടുത്തെ പ്രശ്നം? ഒപ്പക്കില് അംഗമായതിനാൽ സ്വാഭാവികമായിട്ട് അവർക്ക് റെഗുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ UAEക്ക് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുവാനായിട്ട് സാധിക്കുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. 2027 ആകുമ്പോഴേക്കും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏകദേശം ഒരു 5.5 ഓർ 6 മില്യൺ പെർ ഡേ ആക്കാനാണ് ദുബായ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി അവർ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 ബില്യൺ US ഡോളറാണ് ഈ
4.5 ഒരു 6 എത്തിക്കാനായിട്ട് UAE മുടക്കിയിട്ടുള്ളത്. എന്നാൽ ദുബായ് ഇനിയും ഒപ്പക്കിൽ അംഗമായി നിന്നാൽ അവരുടെ ഉൽപാദനം കൂട്ടുവാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് UAE ഇപ്പോ ഒപ്പക്കിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒപ്പക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇതൊരു പല്ല് കൊഴിഞ്ഞ സിംഹമായിട്ടാണ് പൊതുവെ ഇപ്പോ വേൾഡ് രാജ്യങ്ങളൊക്കെ കണക്കാക്കപ്പെടുന്നത്. അതിന് കാരണം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ രാജ്യങ്ങളുടെ മാർക്കറ്റിലേക്കുള്ള കടന്നുവരവുണ്ട്. ഈ ഒപ്പക് രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ കുറച്ചു വെച്ചാലും ഇപ്പോൾ അവർക്ക് സപ്ലൈനെ നിയന്ത്രിച്ചിട്ട് ഒരു പ്രൈസ് റെഗുലേഷനും മാനിപ്പുലേഷനും ഒന്നും മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിലവിലില്ല. അതായത് അവരുടെ അതിനുള്ള കഴിവ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അമേരിക്ക, റഷ്യ, പിന്നെന്താണ് കാനഡ, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പുതിയ രാജ്യങ്ങളുടെ ഈ മേഖലയിലേക്ക് ഉള്ള കടന്നുവരവ് അതിനൊരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ അവരുടെ നിക്ഷേപം എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു, അവരുപയോഗിക്കുന്നു, മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10-15 കൊല്ലമായി അമേരിക്ക ഈ എണ്ണ ഉൽപാദനത്തിന്റെ മേഖലയിൽ ആ ഒരു സെക്ടറിൽ ലോകത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം അവരുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 15 കൊല്ലം മുമ്പ് നിങ്ങൾ അമേരിക്കനെ നോക്കിയാൽ അമേരിക്കക്ക് എണ്ണ വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നല്ല രീതിയിൽ ആശ്രയിക്കേണ്ടിയിരുന്നു. എന്നാൽ സിൻസ് 15 ഇയർ തിങ്സ് ഹാസ് ബീൻ ചേഞ്ച്ഡ് നൗ. അതായത് ആ സ്ഥിതി പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അമേരിക്ക ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ദിവസം ഏകദേശം 21 മില്യൺ ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അത് അമേരിക്ക എന്താ ചെയ്യണത്? അമേരിക്കയുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നു. അത് അമേരിക്കയുടെ ഉപയോഗത്തിനെടുത്ത ശേഷം ബാക്കി എക്സ്പോർട്ട് ചെയ്ത് അവർ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. അത് വലിയ തോതിൽ അവർ എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ അമേരിക്ക ഒപ്പക്കിൽ അംഗമല്ല. അമേരിക്കക്ക് പുറമെ ഇപ്പോൾ റഷ്യ അതേപോലെ മാർക്കറ്റിൽ എണ്ണ എത്തിക്കുന്നുണ്ട്. കാനഡ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപവും ഉൽപാദനമുള്ള രാജ്യമാണ്. അവരും മാർക്കറ്റിലേക്ക് എണ്ണ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പക്കിന് ഭാവിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എണ്ണയുടെ വില ഉയർത്തി നിർത്തുവാനായിട്ട് സാധിക്കില്ല. ഈ ഒരു സത്യം UAE നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം UAE വളരെ സ്മാർട്ടായിട്ടുള്ള മൂവുകൾ നടത്തുന്ന ഒരു രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് UAE ഇപ്പോൾ ഒപ്പക്കിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് രണ്ടാമത് വേറൊരു റീസൺ ആണ്. അത് മാത്രമല്ല, മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലായിരിക്കണം, ഫോസിൽ എനർജിയുടെ ഭാവി ഏകദേശം ഇപ്പോ അൺസർട്ടൈനിറ്റിയിലാണുള്ളത്. അതായത് ലോകം മുഴുവൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൺവേർഷൻ ഓഫ് റിന്യൂവബിൾ എനർജി, അതിലേക്കൊരു മാറ്റം. ഏകദേശം ഒരു 50 കൊല്ലത്തിനുള്ളിൽ ഫോസിൽ ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നത് ലോകത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകും. നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷെ UAEയുടെ കൈവശമുള്ളത് ഏകദേശം 115 ബില്യൺ എണ്ണ നിക്ഷേപമാണ്. അതുകൊണ്ട് ഈ ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം കുറയുന്നതിന് മുമ്പേ തന്നെ പ്രൊഡക്ഷൻ മാക്സിമം കൂട്ടി ഇത് ഡിഗ് ചെയ്തെടുത്ത് ആ എണ്ണ പണമാക്കി അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പണം കണ്ടെത്തുക. അതാണ് ദുബായ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അവരുടെ മൈൻഡ് സെറ്റ്. കാരണം ഈ 4.5 മില്യൺ എന്നുള്ള രീതിയിൽ ദിവസേന എണ്ണ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവർ ഈ 50 കൊല്ലം കുഴിച്ചാലൊന്നും 115 ബില്യനൊന്നും അവർക്ക് കുഴിച്ചെടുക്കാൻ പറ്റൂല. അപ്പോഴേക്കും ലോകം ഒരു റിന്യൂവൽ എനർജിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ നിക്ഷേപം അവർക്ക് മാക്സിമം നിക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ക്യാഷ് ആക്കി മാറ്റുക എന്നുള്ളതാണല്ലോ ഏതു രാജ്യവും ശ്രമിക്കുക. അപ്പോ അത് അവർക്ക് സാധിക്കില്ല ഈ ഒപ്പക്കിൽ നിന്നാൽ. അതിന്റെ ഭാഗമായിട്ടാണ് UAE ഒപ്പക്കിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതെന്തായാലും ഇന്ത്യക്ക് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. കാരണം ഇന്ത്യയുടെ വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ തന്നെയാണ് ദുബായ്, UAE എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ കുറവ് റേറ്റിന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം വരാം. അതുവഴേക്കും സൈനിങ് ഓഫ്, സാംസി സോജൻ.